ഇന്ന് നമ്മൾ ഓപ്പൺ ടൈപ്പ് ഫ്ലാറ്റ് ബെൽറ്റഡ് ഡ്രൈവിൻ്റെ ഒരു ന്യൂമറിക്കൽ എക്സാമ്പിളാണ് സോൾവ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഈ സെഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ഡിസൈൻ എ ഫ്ലാറ്റ് ബെൽറ്റഡ് ഡ്രൈവ് ഫോർ എ compressor running at 670 rpm which is driven by a 25 kilowatt 1340 rpm motor. Space is available for a center distance of 3 meter. Belt is open type. ഈ ന്യൂമറിക്കൽ എക്സാമ്പിൾ സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റാ ബുക്ക് മഹാദേവനും ബാലവീർ റെഡ്ഡിയും കൂടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബുക്കാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് CBS പബ്ലിഷേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഗീവൺ ഡാറ്റ പവർ P 25 kilowatts, speed of the smaller pulley N1 1340 rpm, speed of the larger pulley N2 670 rpm, the center to center distance C 3 meter. The velocity ratio I N1 divided by N2 D2 by D1 അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് 1340 ഡിവൈഡഡ് ബൈ 670 ആണ്. N1 1340 N2 670 ആയതുകൊണ്ട് ഐക്ക് നമുക്ക് കിട്ടുന്നത് 2 ആണ്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പുള്ളീസിൻ്റെ ഡയമീറ്റേഴ്സ് കണ്ടുപിടിക്കും. തന്നിരിക്കുന്ന ഫിഗർ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഫിഗറാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അറേഞ്ച്മെൻറ്റ് കാണിക്കുന്ന ഒരു ഫിഗർ. നമുക്ക് ബെൽറ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ V പൈ ഡി N1 ഡിവൈഡഡ് ബൈ 60 ടൈംസ് 1000 ആണെന്നറിയാം. പക്ഷേ ഇതിൽ ഡയമീറ്റർ നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ബെൽറ്റ് വെലോസിറ്റി 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് അസ്യൂം ചെയ്യുന്നു. ഈ വാല്യൂ നമ്മൾ എടുക്കുന്നത് ടേബിൾ 14.12 പേജ് നമ്പർ 312 അതിൽ നിന്നാണ്. പക്ഷേ ഈ ടേബിൾ നമുക്ക് ബെൽറ്റ് വെലോസിറ്റി തരാൻ വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ അതിൻ്റെ ടൈറ്റിൽ റോയിൽ നിന്ന് നമുക്ക് മിഡിൽ വാല്യൂ അസ്യൂം ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് അസ്യൂം ചെയ്യുന്നത്. ബെൽറ്റ് വെലോസിറ്റി 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ഡയമീറ്റർ D കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ D നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 285.2 മില്ലിമീറ്റർ എന്ന് കിട്ടും. പക്ഷേ ഈ 285.2 മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഡയമീറ്റർ ഓഫ് അല്ല. അതുകൊണ്ട് നമ്മൾ ടേബിൾ 14.13B പേജ് നമ്പർ 313 അതിൽ നിന്ന് ഇതിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിഫേർഡ് പുള്ളി ഡയമീറ്റർ എടുക്കുന്നു. അത് 315 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ സ്മോൾ D 315 മില്ലിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ D നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും 2 ടൈംസ് 315, അതായത് 630 മില്ലിമീറ്റർ. ഇനി നമ്മുടെ ബെൽറ്റ് വെലോസിറ്റി നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഡയമീറ്റർ ചേഞ്ച് ചെയ്തു. ദ ബെൽറ്റ് വെലോസിറ്റി V ഈസ് 22.1 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇത് റിവൈസ്ഡ് ബെൽറ്റ് വെലോസിറ്റിയാണ്. ഇനി നമുക്ക് നമ്പർ ഓഫ് പ്ലൈസ് കണ്ടുപിടിക്കാം. അത് 5 എന്ന് നമുക്ക് കിട്ടും. ഇത് ടേബിൾ 14.12 പേജ് നമ്പർ 312 അതിൽ നിന്ന് നമുക്ക് കിട്ടും. അത് വെലോസിറ്റി V 22.1 മീറ്റേഴ്സ് പെർ സെക്കൻഡും ഡയമീറ്റർ D 315 മില്ലിമീറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് പ്ലൈസ് ആണ്. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ മാക്സിമം പവർ കണ്ടുപിടിക്കുന്നു. നമ്മൾ അസ്യൂം ചെയ്യുന്നു ഈ കംപ്രസർ 10 hours പെർ ഡേ ഡ്യൂട്ടി ഉണ്ടെന്ന്. അതുകൊണ്ട് സർവീസ് കറക്ഷൻ ഫാക്ടർ KS അത് നമുക്ക് കിട്ടുന്നത് 1.3 എന്നാണ്. ഇത് ടേബിൾ 14.19 പേജ് നമ്പർ 322. അതുകൊണ്ട് മാക്സിമം പവർ Pmax ഈക്വൽ ടു 1.3 ടൈംസ് 25, അത് 32.5 kilowatts. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അതായത് സ്റ്റെപ്പ് 3 നമ്മൾ കണ്ടുപിടിക്കുന്നു ആംഗിൾസ് ഓഫ് കോണ്ടാക്ട്. സ്മോളർ പുള്ളിയുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് θS പൈ മൈനസ് 2 സൈൻ ഇൻവേഴ്സ് ക്യാപിറ്റൽ D മൈനസ് സ്മോൾ d ഡിവൈഡ് ബൈ 2C. ഇത് ഇക്വേഷൻ 14.1A ആണ്, പേജ് നമ്പർ 289. ക്യാപിറ്റൽ Dയും സ്മോൾ Dയും Cയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് θS 3.035 റേഡിയൻസ് എന്ന് കിട്ടും, അല്ലെങ്കിൽ 173.98 ഡിഗ്രീസ്. ലാർജർ പുള്ളിയുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് θL പൈ പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് ക്യാപിറ്റൽ D മൈനസ് സ്മോൾ d ഡിവൈഡ് ബൈ 2C ആണ്. ഇത് ഇക്വേഷൻ 14.1B ആണ്, പേജ് നമ്പർ 289.
ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തീറ്റ എൽ 3.245 റേഡിയൻസ്, അതായത് 186.02 ഡിഗ്രീസ് ആണ്. സ്റ്റെപ്പ് 4 നമ്മൾ സെൻട്രിഫ്യൂഗൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നു. സിഗ്മ സിയുടെ ഇക്വേഷൻ W(V²) ഡിവൈഡഡ് ബൈ 10⁻⁶ G. ഇത് ഇക്വേഷൻ 14.3F, പേജ് നമ്പർ 291. ഇതിൽ W വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. അത് നമുക്ക് 10.89 × 10⁻³ Nm/m³ നേടും. ഇത് പേജ് നമ്പർ 296 നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. ബെൽറ്റ് വെലോസിറ്റി നമുക്ക് 22.1 എന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡബ്ല്യുവും വിയും ജിയും നമ്മുടെ സിഗ്മ സിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സിഗ്മ സി 0.542 MN/m². ഇനി സ്റ്റെപ്പ് 5 നമ്മൾ പവർ ട്രാൻസ്മിറ്റഡ് പെർ സ്ക്വയർ മില്ലിമീറ്റർ ഓഫ് ബെൽറ്റ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുന്നു. അത് P/mm², V / 1000 into sigma d minus sigma c into e⁻⁻θ - 1 divided by e⁻⁻θ. ഇത് നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ 14.6a, പേജ് നമ്പർ 291. ഇതിൽ V ബെൽറ്റ് വെലോസിറ്റി 22.1 m/s, സിഗ്മ ഡി 2.06 MN/m². ഇത് പെർമിസിബിൾ ഡിസൈൻ സ്ട്രെസ് ആണ്. ലെതർ ബെൽറ്റിന് ഈ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സെൻട്രിഫ്യൂഗൽ സ്ട്രെസ് സിഗ്മ സി 0.542 MN/m². ഇനി മ്യൂ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.511. ഇത് ടേബിൾ 14.2b, പേജ് നമ്പർ 305 നിന്ന് നമുക്ക് കിട്ടും. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് തീറ്റ എന്ന് പറയുന്നത് θs ആണ്. അത് 3.035 റേഡിയൻസ്. സോ പവർ പെർ mm² നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. therefore പവർ ട്രാൻസ്മിറ്റഡ് പെർ സ്ക്വയർ മില്ലിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്ന വാല്യൂ 0.0264 kW/mm². ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ കണ്ടുപിടിക്കാൻ മാക്സിമം പവർ ഡിവൈഡഡ് ബൈ പവർ പെർ mm². അപ്പോൾ മാക്സിമം പവർ 32.5 ആണ്. പവർ പെർ mm² 0.0264 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1231.1 mm². നമ്മൾ ബെൽറ്റ് തിക്നെസ് T 10 mm ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബെൽറ്റ് വിഡ്ത്ത് B A/T ആയിരിക്കും. അത് നമുക്ക് 123.1 mm കിട്ടും. ഇതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 125 mm. ഇത് ടേബിൾ 14.13C, പേജ് നമ്പർ 313. ഇനി സ്റ്റെപ്പ് 6 നമ്മൾ ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ലെങ്ത് ഓഫ് ദ ബെൽറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ L = √4c² minus capital D minus small d the whole square plus 1/2 capital D into theta L plus small d into theta S. ഇത് ഇക്വേഷൻ 14.2b ആണ്, പേജ് നമ്പർ 290. ക്യാപിറ്റൽ സി 3000 mm ആണ്. ക്യാപിറ്റൽ ഡി 630 mm ആണ്. സ്മോൾ ഡി 315 mm ആണ്. തീറ്റ എൽ 3.245 റേഡിയൻസ്, തീറ്റ എസ് 3.035 റേഡിയൻസ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ എല്ല് 7491.92 mm അല്ലെങ്കിൽ 7.49 മീറ്റർ. ഇനി സ്റ്റെപ്പ് 7 നമ്മൾ ഇനിഷ്യൽ ടെൻഷൻ ഓൺ ദ ബെൽറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനിഷ്യൽ ടെൻഷൻ T0 കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റിലേഷൻ 2 times square root of T0 equal to square root of T1 plus square root of T2. ഇത് ഇക്വേഷൻ 14.8, പേജ് നമ്പർ 291. ഇനിഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് T1-ൻ്റെയും T2-ൻ്റെയും വാല്യൂസ് ആണ്. പക്ഷേ T1-ഉം T2-ൻ്റെയും വാല്യൂസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇല്ല. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ 2 ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നു. ഒന്ന് പവർ ട്രാൻസ്മിറ്റഡിൻ്റെ ഇക്വേഷനും 2 റേഷ്യോ ഓഫ് ടെൻഷൻസും. അപ്പോൾ പവർ ട്രാൻസ്മിറ്റഡിൻ്റെ റിലേഷൻ Pmax equal to T1 minus T2
into V divided by 1000. ഇത് equation 14.5a, പേജ് നമ്പർ 291. ഇതിൽ നിന്ന് നമുക്ക് T1 മൈനസ് T2 1470.6 ആണെന്ന് കിട്ടും. ഇനി വെലോസിറ്റീസ് കൂടുതലായതുകൊണ്ട് നമ്മൾ റേഷ്യോ ഓഫ് ടെൻഷൻ എടുക്കുന്നത് T1 മൈനസ് TC ഡിവൈഡഡ് ബൈ T2 മൈനസ് TC ഈക്വൽ ടു E റേസ് ടു മ്യൂ തീറ്റ. E റേസ് ടു മ്യൂ തീറ്റ 4.716 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. TC എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ടെൻഷനാണ്. ഈ റേഷ്യോ ഓഫ് ടെൻഷൻസിൻ്റെ ഇക്വേഷൻ 14.3c, പേജ് നമ്പർ 290. സെൻട്രിഫ്യൂഗൽ ടെൻഷൻ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് TC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WBT(V2) ഡിവൈഡഡ് ബൈ 10⁻⁶g. ഇത് ഇക്വേഷൻ 14.3e, പേജ് നമ്പർ 291. W വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. അത് 10.89 into 10³ Nm/m³. ബെൽറ്റ് വിഡ്ത്ത് B 125 mm, ബെൽറ്റ് തിക്നെസ് T 10 mm, ബെൽറ്റ് വെലോസിറ്റി V 22.1 m/s. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് TC 677.7 N. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. T1 മൈനസ് T2 1470.6 T1 മൈനസ് 677.7 ഡിവൈഡഡ് ബൈ T2 മൈനസ് 677.7 ഈക്വൽ ടു 4.716. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് T1ൻ്റെ വാല്യൂ 2544.05 ന്യൂട്ടണും T2ൻ്റെ വാല്യൂ 1073.45 ന്യൂട്ടണെന്നും കിട്ടും. ഇനിഷ്യൽ ടെൻഷൻ കണ്ടുപിടിക്കാൻ T0 ഈക്വൽ ടു √T1 പ്ലസ് √T2 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ ടെൻഷൻ്റെ വാല്യൂ 1730.65 ന്യൂട്ടൺ. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഡയമീറ്റർ ഓഫ് ദ ലാർജർ പുള്ളി 630 mm, ഡയമീറ്റർ ഓഫ് ദ സ്മോളർ പുള്ളി 315 mm, വിഡ്ത്ത് ഓഫ് ദ ബെൽറ്റ് 125 mm, thickness of the belt 10 mm, length of the belt 7.49 meter, number of plies 5 numbers, initial tension 1730.65 Newton. And that's all. Thank you.